ഹലോ. അപ്പൊ ഇന്ന് ഞാൻ എന്റെ ബാഡീസിനോട് പുറത്തു പോവാട്ടോ. സിനിമ കാണാൻ പോകുന്നത്. ഏതാണ് സിനിമ? ഹോസ്റ്റലിന് പുറത്തു പോകുന്ന സമയത്ത് ഞങ്ങളുടെ കോളേജ് ഹോസ്റ്റലിൽ ഇങ്ങനെ പല ചടങ്ങുകളും ഉണ്ട്. സത്യം പറഞ്ഞാൽ ഹോസ്റ്റലിന്റെ പുറത്തിറങ്ങുമ്പോഴേക്ക് സെൻട്രൽ ജയിലിൽ നിന്ന് പരോളിൽ ഇറങ്ങുന്ന പ്രതികളുടെ അവസ്ഥ ഞങ്ങൾക്ക് എന്തൊരു ആശ്വാസം എന്നറിയോ. അക്കാഡമിക് സ്ട്രെസിന്റെ ഇടയിൽ ഈ സൺഡേയുള്ള പുറത്തു പോകട്ടെ ഏതൊരു ആശ്വാസം എന്ന് പറയുന്നത്. അങ്ങനെ ബസ് സ്റ്റാൻഡിലേക്ക് ഞങ്ങൾ ഓട്ടോയിലോട്ടോ പോയത്. ബസ് കയറായിരുന്നു പ്ലാൻ. അപ്പൊ ഞങ്ങൾക്ക് ഇവിടുന്ന് ഓട്ടോ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ പോവാണ്. ഓട്ടോ വിടുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അതിന് തെരഞ്ഞു പിടിച്ച് ഓടി നടക്കേണ്ടി വന്നേ. ഇവിടുന്ന് ഓട്ടോയിൽ ഇരിങ്ങാലക്കുട സ്റ്റാൻഡിലേക്ക് ആകെ 5 മിനിറ്റ് ഉള്ളൂ കേട്ടോ. കണ്ണടച്ച് തുറക്കും മുമ്പ് 2 വർഷം ഇതാന്ന് പറഞ്ഞങ്ങ് പോയിട്ടോ. ഇപ്പൊ 3-ാം വർഷമാണ്. അന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എങ്ങനെയാ ഈ 3 വർഷം ഇവിടെ സഹിക്കാന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെ ഇവരൊക്കെ വിട്ട് പോകാൻ. എന്ത് പെട്ടെന്നാലേ വർഷങ്ങളൊക്കെ പോകും. ഇരിങ്ങാലക്കുട സ്റ്റാൻഡിൽ ഞങ്ങൾ നേരെ ബസ് കയറി. ബസ്സിന് കുറച്ചുകൂടി പോകാൻ കേട്ടോ തിയേറ്ററിലേക്ക്. അങ്ങനെ നോക്കുമ്പോൾ അൺഎക്സ്പെക്ടഡ് ആയി നമ്മൾ വായാടി ബത്താത്തനെ കണ്ടി. ബസ് ഇറങ്ങിയോടെ അടുത്ത് തന്നെയാട്ടോ തിയേറ്റർ. എവിടെ പുറത്തു പോകണം എന്റെ അജോട് എന്റെ കൈ ഇങ്ങനെ തൂക്കി പിടിച്ചിനെ കൊണ്ടടക്കും. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിൽ എത്തിട്ടോ. ഒരിക്കൽ പോലും മിണ്ടുപോലും ചെയ്യില്ലെന്ന് വിചാരിച്ച കുറച്ച് മനുഷ്യന്മാർ കൂടിയായിട്ടപ്പോൾ ഞാൻ ഏറ്റവും ഹാപ്പി ആയിട്ട് ലൈഫ് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിയേറ്ററിന്റെ അകത്ത് എത്തിയത് ഞങ്ങൾ വേഗം പോയി ടിക്കറ്റ് എടുത്തിട്ടോ. കാരണം അത് കഴിഞ്ഞ കുറെ ഇന്റർനാഷണൽ പരിപാടികൾ ചെയ്യാൻ ടിക്കറ്റ് കൈ കിട്ടുന്ന താമസം ഞങ്ങൾ ഇന്റർനാഷണൽ കാര്യങ്ങൾ ഞങ്ങൾ ഇന്റർനാഷണൽ നിങ്ങളെല്ലാവരും വാഷ്റൂം യൂസ് ചെയ്യുന്നത് സൂസുമുള്ളതൊക്കെ ഞങ്ങൾ സൂസുമുള്ളതൊക്കെ ക്ഷണിക്കപ്പോൾ ഞങ്ങൾ ഗേൾസ് വാഷ്റൂം കയറുന്ന ടച്ചപ്പിന് വേണ്ടിയിട്ടോ. വാഷ്റൂം കയറി ഉണ്ടെങ്കിൽ 2 ഫോട്ടോസും വീഡിയോസും അത് ബന്ധം. അടുത്തേക്ക് ഞങ്ങൾ ഫിച്ചൊക്കെ എടുക്കാൻ പോകട്ടോ. മാറിക്കിടി എവിടെ നിന്ന് പറഞ്ഞ് ഞാൻ ആര്യനെ മുതിത്തള്ളി മാറ്റുന്ന സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം ശ്രീകുട്ടി അയച്ചു. ശ്രീകുട്ടി കൈകളൊക്കെ പൊക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ ഫാഷന്റെ ഭാഗമാട്ടോ. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അടുത്തായിട്ട് ഞാനും ഡപ്പ് കൂട്ടുന്നു. ഞങ്ങളെ ഗ്യാങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാത്തിന്റെ ഓരോരോ പിരിവീതം വെട്ടിയതുകൊണ്ട് എല്ലാം അങ്ങ് ബാലൻസ് ആയി പോയിക്കോളും. ആഴ്ചയിൽ ശ്രീകുട്ടിയുടെ അഹങ്കാരിലൊക്കെയാണെങ്കിൽ ആളൊരു സാധനം കേട്ടോ. സത്യം പറഞ്ഞാൽ ഫ്രണ്ട് എന്നുള്ളതിനുപരി ഒരു അവസ്ഥാനം കൂടിയാണ്. ഫൈനലി നമ്മൾ തിയേറ്ററിലെത്തിയ ഷോ തുടങ്ങാനായിട്ടുണ്ട്. എന്റെ അച്ഛനും അമ്മയ്ക്കും ശേഷം എന്റെ എല്ലാ ഒച്ചപ്പാടും ബഹളം ഞാൻ നല്ലോണം കാണിക്കുന്ന ഏക സ്ഥലം ഇവരുടെ അടുത്ത് മാത്രം കേട്ടോ. എന്ത് വന്നാലും ഇട്ടിട്ട് പോകില്ല എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇവിടെ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. അങ്ങനെ ഏതാണ്ട് ടൈം ആയപ്പോൾ നമ്മൾ അകത്ത് കയറി സീറ്റൊക്കെ ഉറപ്പിച്ചിട്ടോ. അങ്ങനെ നമ്മുടെ സിനിമ തുടങ്ങിട്ടോ. ഞങ്ങളെല്ലാരും ഭയങ്കര എക്സൈറ്റഡാ. കാരണം കുറെ കാലത്തിന് ശേഷം ഇപ്പഴാ ഈ സിനിമ കാണുന്നത്. പിന്നെ അന്നും ഇന്നും എന്നും അല്ലു അർജുന്റെ ഒരു വീക്ക്നെസ് ആണ്. പടം തുടക്കത്തിൽ കുറച്ച് ലാഗാണെങ്കിൽ ഈ സീൻ തൊട്ടങ്ങ് അടിപൊളിയാണ്. ഇങ്ങനെ കൂവിക്കൊണ്ട് നടക്കുന്ന പെൺകുട്ടികൾ എങ്ങനെ ലവ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞത് നിന്നോടല്ല, കുയിലിനോടാ. മനുഷ്യരാരും എന്നെ പ്രേമിക്കില്ലേ? പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഫുൾ ചാർജ് ചെയ്യാനും ഫുൾ ഉഷാറാക്കി. എന്നാൽ ലാസ്റ്റിലേക്ക് കുറച്ച് സാഡ് ആക്കി. അല്ലു അർജുൻ കണ്ടപ്പോഴേക്കും ഞാനും ശ്രീ അങ്ങ് ഇല്ലാണ്ടായി പോയി. ക്ലൈമാക്സ് ഒക്കെ നമുക്ക് ഓൾറെഡി അറിയെങ്കിൽ ഈ സീൻ കാണുമ്പോൾ ഒരു സമാധാനം എന്താന്നറിയില്ല. ഞങ്ങള് മന്തി കഴിക്കാൻ വേണ്ടി പോവാണ്. നടന്നിട്ടാട്ടോ പോണേ. ഇവിടെ അടുത്താന്ന് പറഞ്ഞേ. ചില സാങ്കേതിക കാരണങ്ങളാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ പാഴ്സൽ വാങ്ങി നേരെ ഹോസ്റ്റലിൽ പോയി ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. സിനിമ കാണലും ചുറ്റിക്കറങ്ങലെല്ലാം കഴിഞ്ഞപ്പോഴേക്ക് 4 മണി കഴിഞ്ഞിട്ട് വയറിന്റെ അകത്തുനിന്ന് കോക്കാച്ചി കരയാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. അങ്ങനെ കുറെ നേരത്തെ നടന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിൽ എത്തിയപ്പോൾ ഹോട്ടലിൽ നല്ല തിരക്കാണ്. ഞങ്ങൾ പാഴ്സലാണ് വാങ്ങിയത്. ഇനി ഞാൻ ഫ്രണ്ട്സിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് കേട്ടോ. ഇത് ശ്രീലക്ഷ്മി ബാലൻ ഫ്രം മലപ്പുറം. ഇത് ആര്യനന്ദന SR ഫ്രം വടകര. ഇത് അജന്യ, സ്ഥലം പാലക്കാട്. ഇത് ഞാൻ ഫ്രം കോഴിക്കോട്. അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റലിൽ എത്തി മെസ്സിലേക്ക് നടക്കട്ടോ. നല്ല ഇടിവെട്ട് വിശപ്പാണ് ഗൈസ്. അപ്പൊ ഞങ്ങൾ പോയി ഫുഡ് കഴിക്കട്ടെ. ബൈ.